അത് തോറ്റുപോയവരുടെ ജൽപ്പനമാണ്. നീ കാന്തവും അവൾ മരക്കഷ്ണമായി പോയി. അറിയേണ്ടതുപോലെ നീ അവളെ അറിഞ്ഞില്ല, അവൾ നിന്നെയും അറിഞ്ഞില്ല. പിന്നെ എന്തിന് നഷ്ടകാലം പ്രണയത്തിന്റെ തലയിൽ കെട്ടിവെക്കണം? മദ്യത്തിന്റെ പുറത്താണെങ്കിലും അയാൾ പറയുന്ന സത്യം. പ്രണയത്തിന്റെ കാര്യത്തിൽ എന്നും ദുരന്തം വന്നിട്ടുള്ളത് പുരുഷന് മാത്രമേ ഉള്ളൂ. വഞ്ചിക്കപ്പെടാനാ നമ്മുടെയൊക്കെ വിധി. നിങ്ങൾ തർക്കിക്കണ്ട, നമ്മുടെ കവിക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കാം. അല്ലയോ കവി, മൗനത്തിന്റെ പുറന്തോട്ട് പൊട്ടിച്ച് പുറത്തോട്ട് വാ. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പ്രേമഗായകനായ കവി പാടിയിട്ടുണ്ട്. 100% സത്യം. പക്ഷേ എന്റെ കവിതകളിൽ ഒരിക്കലും പ്രണയം വരില്ല. ഒരാൾക്ക് വരാവുന്ന അസുഖങ്ങളിൽ ഏറ്റവും മാരകമായ ഒന്ന് പ്രണയം. അസുഖം മനുഷ്യനെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പാതയാണ്. ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കും. ശരീരവും മനസ്സും ആ വേദനയിൽ വെന്തുരുകും. അതിലവൻ സർവവും മറക്കും. പിന്നെ പ്രണയം കൊല്ലുന്ന ലഹരിയാണ്, കത്തുന്ന ചിതയാണ്. ജാതി, മതം, ബന്ധുക്കൾ, അവനുണ്ടാക്കിയ അഭിമാനം, അവന്റെ സ്റ്റാറ്റസ് ഒക്കെ ഒരു പെണ്ണിന്റെ കാൽക്കൽ അടിയറവ് വെക്കുന്ന പമ്പര വിട്ടിയാവും അവൻ. അവൾ ആര്? ഇന്നലെ കണ്ട ഏതോ ഒരു പെണ്ണ്. ആ പ്രണയം ഒരു മരീചികയാണെന്ന് അറിഞ്ഞാലോ എല്ലാവർക്കും മുന്നിലും അവൻ ഒരു കോമാളിയാവും. 100 വട്ടം മരിക്കാനുള്ള ചിന്തയാവും അവന്റെ ഉള്ളിൽ. മോചനമില്ലാത്ത ലഹരിയുടെ അവസാനം മരണം മാത്രമാണ്. ഭീരുക്കൾ ഒളിച്ചോടുന്നു. ആത്മാഭിമാനത്തിന് തീപിടിച്ചവൻ മരണത്തിന്റെ വഴിയെ പോകുന്നു. പ്രണയം പ്രണയമാമതൊരു രോഗം, പ്രണയിച്ചാൽ അത് മറുരോഗം. അതാണ് കൂട്ടരെ പ്രണയത്തെപ്പറ്റി ഞാനൊന്നും കുറിച്ചിടാത്തത്. ഭീരുക്കൾ ഒളിച്ചോടുന്നു. ആത്മാഭിമാനത്തിന് തീപിടിച്ചവൻ മരണത്തിന്റെ വഴിയെ പോകുന്നു. മറ്റൊരാൾക്ക് വേണ്ടി ഈ താലി അഴിക്കാനും കഴുത്ത് നീട്ടിക്കൊടുക്കാനും എനിക്ക് കഴിയില്ല. ദയവ് ഇത് കൂട്ടുകാരൻ ഇതൊക്കെ മറക്കണം. നിനക്ക് എന്ത് തീരുമാനം എടുക്കാം. അതിൽ നിന്ന് നിന്നെ തടയാനോ വിലക്കാനോ ആർക്കും അവകാശമില്ല. നീ എന്തിനു കരയണം? നീ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്ക്. നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് ചുറ്റും വേറെ ആളുകളുണ്ടെന്ന് ഓർക്കണം. അതിന് ശ്രമിക്കാൻ കഴിയാത്തവർ തനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നീയും അതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് തന്നെ അറിയാം, നിന്റെ കൂടെ ജീവിക്കാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ വരില്ലെന്ന്. എന്നിട്ടും നീ തനിച്ച് ജീവിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമാണ്. അതിന് നീ എനിക്ക് മറുപടി തരണം. അല്ലെങ്കിൽ നിന്നെ അനിയത്തിയായി കണ്ട് സ്നേഹിച്ച ഞാനൊരു വിഡ്ഢിയായി പോവും. എനിക്കും തിരുത്താനുണ്ടമ്മു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നീ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് പറ, ഞാൻ നിന്നെ കാണുന്നത് പോലെ നീ എന്നെയും ഒരു കൂടപ്പിറപ്പായിട്ടാണോ കാണുന്നത്?
ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് നീ പറഞ്ഞ അത് കേട്ട് അധികാരത്തിന്റെ സ്വരത്തില് നിന്നെ ഉപദേശിക്കാനോ സച്ചിക്കൊപ്പം ജീവിക്കണമെന്ന് ആവശ്യപ്പെടാനോ ഞാൻ തയ്യാറാവില്ല. നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം, നീ എനിക്ക് തന്നിരിക്കുന്ന വില, അതറിയാൻ വേണ്ടി മാത്രമാ. നീ പറ അമ്മു, നീ എന്നെ നിന്റെ സ്വന്തം ചേച്ചിയായിട്ടാണോ കരുതുന്നത്, അതോ അതൊരു വിളിപ്പേരായിട്ടാണോ നീ ഉദ്ദേശിക്കുന്നത്? ചേച്ചി എനിക്ക് എന്റെ സ്വന്തം ചേച്ചി തന്നെ. എന്റെ ദൈവം എന്റെ ചേച്ചി. സന്തോഷായി. എന്നും നീ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്റെ അനിയത്തി പറഞ്ഞത് സഞ്ജു കേട്ടല്ലോ. ഇവൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നിനും ഞാൻ എന്റെ അനിയത്തി നിർബന്ധിക്കില്ല. ഞാൻ ഇവൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി ഇവളും ഇനി ജീവിക്കും. നീ എന്താ സ്വാതി പറയുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 9-ാം വയസ്സില് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ അനിയത്തി ഇവള്. അതിനും എത്രയോ കാലശേഷമാണ് ഞാൻ സഞ്ജുവിനെ കാണുന്നത്. എന്റെ അനിയത്തി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളായി ജീവിക്കുമ്പോ എനിക്കെങ്ങനെ സഞ്ജുവിനെ വിവാഹം കഴിച്ച് ജീവിക്കാനാവും? സ്വാതി, അതെ, സ്വാതി തന്നെ പറയുന്നേ. എന്റെ അനിയത്തി ഇങ്ങനെ വിധവയ്ക്ക് തുല്യമായി ജീവിക്കുമ്പോ എനിക്കൊരു ജീവിതം വേണ്ട. നമുക്ക് നമ്മുടെ ബന്ധം അവസാനിപ്പിക്കാം സഞ്ജു. ബ്രേക്കപ്പ് ചെയ്യാനുള്ള സമയം ഇതാണ്. സ്വാതി, ചേച്ചി ചേച്ചി അങ്ങനെ പറയരുത്. എന്താ അമ്മു, നിന്നെ പോലെ ഞാനും ഒരു തീരുമാനം എടുത്തു. എനിക്ക് നിന്നെയോ നിനക്ക് എന്നെയോ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ചേച്ചി ചേച്ചി അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ ചേച്ചി ചേച്ചിയുടെ രാജകുമാരനൊപ്പം ജീവിക്കണം. നീ കരയേണ്ട ഒരു കാര്യമില്ല. നിന്നെ പോലെ ഞാനും നല്ലൊരു തീരുമാനം എടുത്തു എന്നല്ലേ കരുതാൻ. ഒരു പെണ്ണിന് ജീവിക്കാൻ പുരുഷന്റെ ആശ്രയം വേണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവളാ നീ. അത് സത്യമാണെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കണം. നമുക്ക് ഇറങ്ങാമോ? ഇനി ഈ വീട്ടിൽ നമുക്ക് സ്ഥാനമില്ല. ചേച്ചി അത് മാത്രം പറയരുത്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാ. അത് നീ തീരുമാനിച്ച പോരാ, ഞാനാ തീരുമാനിക്കേണ്ടത്. നീ നിന്റെ ആവശ്യം എന്നിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. നിനക്ക് എന്തിനും സ്വാതന്ത്ര്യം തന്നവളാ ഞാൻ. തിരിച്ചു അതുണ്ടാവണം. എന്റെ വിവാഹം നടക്കാതെ പോയത് നല്ലതാണെന്ന് ഞാനിപ്പോ കരുതുന്നത്. ഇവളൊരു വേലക്കാരി പോലും ഞാൻ കാണേണ്ടി വന്നേനെ. ചൂട് കോഫി പോലും ഇവളുടെ മുഖത്തൊഴിച്ച ആളുകളുള്ള വീടായത്. ഇനി ഞാൻ ഇവിടെ ഇവളെ നിർത്തില്ല. വാ പോവാം. സ്വാതി, നീ പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല. സഞ്ജുവിന് അറിയില്ല എന്നെ. സ്വാതിക്ക് വാക്കും പറച്ചിലും ഒന്നേ ഉള്ളൂ. വാ ഇറങ്ങാം. ഒടുവിൽ നീ ആഗ്രഹിച്ച തന്നെ നടന്നല്ലോടി. ഞങ്ങൾ നീ രണ്ടാക്കി. നിനക്ക് തൃപ്തിയായെങ്കിൽ ഇനി എന്നെ ശിക്ഷിക്കാതെ പോ. നീ ഇതൊന്നും കേട്ട് നിൽക്കണ്ട. വാ അമ്മു. ചേച്ചി പോവല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആരുടെയും ശാഠ്യത്തിന് നീ വഴങ്ങണ്ട. വാ അമ്മു, എനിക്ക് മതിയായി. പോവാം. ചേച്ചി ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല. കൂട്ടുകാരനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതം. എനിക്ക് ഒരു എതിർപ്പുമില്ല. ചേച്ചി പോവരുത്. നിങ്ങൾ പിരിയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. പോവല്ലേ ചേച്ചി. ഞാൻ സമ്മതിച്ചില്ലേ. ആ പാവത്തിന് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം ഒറ്റയടിക്ക് കൊല്ലുന്നതായിരുന്നു ഇതിലും ഭേദം. എങ്കിൽ
അവൾക്ക് ഇത്രയും വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നിന്റെ പെർഫോമൻസ് തകർത്തു. ഞാനത് ഉള്ളിൽ തട്ടി അമ്മൂനോട് പറഞ്ഞത്, അതുകൊണ്ട് അഭിനയിക്കേണ്ടി വന്നില്ല. സഞ്ജു, നിങ്ങൾ രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ മക്കളെ, അമ്മൂനെ കൊണ്ട് സമ്മതിപ്പിച്ചോ? അവള് സമ്മതിച്ചു മുത്തശ്ശ. ദൈവമേ, എല്ലാം ആഗ്രഹിച്ച പോലായല്ലോ. സ്വാതി ഒന്ന് മനസ്സ് വെച്ചെങ്കിൽ എപ്പോഴും അവള് സച്ചിയുള്ള വിവാഹത്തിന് സമ്മതിച്ചേനെ. അല്ല, എവിടെ സച്ചി? അവൻ മനസ്സൊന്നും ഇറങ്ങിപ്പോയിരിക്കുക. നീ അവനെ ഒന്ന് വിളിക്ക്. പാർക്കിലോ മറ്റോ പോയി തനിച്ചിരിപ്പുണ്ടാവും. സച്ചിയുടെ മുഖം ഇനിയൊന്ന് കാണേണ്ടത്. കാണാഞ്ഞിട്ട് വിളിക്കാമൻ. ആരുടെ സാന്ത്വനം ഇനി എനിക്ക് വേണ്ട. എടുക്കുന്നില്ലേ? റിങ് ചെയ്യുന്നുണ്ട്. എന്താണാവോ എടുക്കാതിരിക്കുന്നത്? ആ, റിങ് ചെയ്ത് നിന്നല്ലോ. അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ എടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ കോള് കട്ട് ചെയ്യെങ്കിലും ചെയ്യും. മോനെ, എനിക്ക് പേടി തോന്നുന്നു. നീ അവനെ ഒന്നുകൂടെ വിളിച്ചേ. അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും റിങ് ചെയ്ത് നിന്നു. ഫോൺ കാറിൽ വെച്ച് പുറത്തു വല്ലതും പോയതാവോ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റില്ല മക്കളെ. മനസ്സ് കൈവിട്ട നിലയില്ല സച്ചി. ഹൃദയം തകർന്നാവും അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവനെല്ലാം ഉപേക്ഷിച്ച് പോയതായിരിക്കും മുത്തച്ഛ. ആലോചിക്കാൻ സമയമില്ല. അവനെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. നീ പോയി ഒന്ന് അന്വേഷിക്കൂ. സ്വാതി ഒന്ന് വന്നേ. വാ. അമ്മു, സച്ചി എവിടെ പോയെന്ന് ഒരു വിവരവുമില്ല. സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഫോണ് സ്വിച്ച് ഓഫ് ആണെങ്കിലോ കോള് കട്ട് ചെയ്താലോ മനഃപൂർവ്വമാണെന്ന് പറയാം. പക്ഷെ ഇതിപ്പോ എടുക്കാതിരിക്കുമ്പോ എല്ലാരും പേടിച്ചിരിക്കുക. അയ്യോ, കൂട്ടുകാരന് എന്ത് പറ്റി? എനിക്കറിയില്ല. സച്ചിക്ക് എന്തോ വലിയ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നത്. നിന്റെ വാക്കുകൾ കേട്ട് മനസ്സ് വേദനിച്ച സച്ചി ഇറങ്ങിപ്പോയത്. അമ്മുവിന്റെ ഫോൺ എടുക്ക. ഞങ്ങൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കാത്താണെങ്കിലോ? അതെ, അമ്മുന്റെ കോള് കണ്ട സച്ചി എടുക്കും. അമ്മു, ഒന്ന് വേഗം ഫോൺ താ. അമ്മുവിന്റെ കോളാണല്ലോ. ജീവിതം അവസാനിപ്പിക്കാൻ വന്ന എന്നെ എന്തിനാ അവള് വിളിക്കുന്നേ? എടാ, നീ ഇതെവിടെ പോയിരിക്കുക? ഇവിടെ എല്ലാവരും നിന്നെ പ്രതീക്ഷിച്ചിരിക്കുക. ഇവൻ എന്തിനാ അമ്മുവിന്റെ ഫോണിൽ നിന്ന് വിളിക്കണം? സച്ചി, അമ്മു പായസം ഉണ്ടാക്കുക. പെട്ടെന്ന് വാ, ഈ സന്തോഷം നമുക്ക് അടിച്ചു പൊളിക്കാം. എടാ സച്ചി, നിന്റെ സങ്കടം കണ്ട് അമ്മ കല്യാണത്തിന് പൂർണ്ണ സമ്മതം പറഞ്ഞടാ. നീ ഒന്ന് വേഗം വാടാ. ദേ, നീ ഇത് കണ്ടോ? ഇല്ല, കാണിച്ചു തരാം.
സച്ചി നീ എന്താടി കാണിക്കുന്നേ? സച്ചി അവിവേകം ഒന്നും കാണിക്കരുത്. അമ്മ സച്ചിയെ വിവാഹം കഴിക്കാൻ സമ്മതം പറഞ്ഞു. സത്യമാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. അമ്മ ഒരിക്കലും അത് പറയില്ലെന്ന് എനിക്കറിയാം. എടാ നീ അവളോട് എന്നെ ചോദിക്ക്, ഞാൻ കൊടുക്കാം. എനിക്ക് സമ്മതം. കൂട്ടുകാരൻ തിരിച്ചു വാ. കൂട്ടുകാരന് എന്തേലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. കൂട്ടുകാരനെ വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മതം. സത്യം ഞാൻ പറയുന്ന, എന്നെ വിശ്വസിക്ക. കൂട്ടുകാരൻ എവിടെ നിന്നൊന്ന് മാറിപ്പോ. എടാ ഇവള് പറഞ്ഞത് കേട്ടില്ലടാ. ഇവള് വന്ന് സമ്മതം പറഞ്ഞത് മുതൽ ഞാൻ നിന്നെ വിളിക്കുക. നീ ഫോൺ എടുക്കാത്തോണ്ട് അമ്മുന്റെ ഫോണിൽ നിന്ന് വിളിച്ചത്. നീ അവിടെ നിന്ന് വാ സച്ചി, മണ്ടത്തരം കാണിക്കരുത്. ശരി, ഞാൻ വരുന്നു. ഒരു തിരിച്ചുവരവ് ഇല്ലെന്ന് കരുതിയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അമ്മുനെ വിഷമിപ്പിക്കാതെ നീ വരുന്നുണ്ടോ? എനിക്ക് ദേഷ്യ വരുന്നത്. എനിക്ക് മരിക്കാൻ സമയമായില്ല. മരണത്തിൽ നിന്നാ അവൾ എന്നെ തിരിച്ചു വിളിച്ചത്. ആ സമയം അവൾ എന്നെ വിളിച്ചു. ദേവി അവളെ കൊണ്ട് സമ്മതം പറയിപ്പിച്ചു. I love you, അമ്മു. I love you, അമ്മു. നിനക്ക് വേണ്ടി അവൻ മരിക്കാൻ തയ്യാറെടുക്കുമായിരുന്നു. നീ ഇത് കണ്ടതല്ലേ? നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നവനെയാ നീ വേദനിപ്പിച്ചത്. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അവൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. നീ പിന്നീട് എങ്ങനെ ജീവിച്ചാലും ആ പാപബോധം നിന്നെ വിട്ടു പോവൂ. രക്ഷിക്കാൻ ഒരാൾ കഴുത്തിൽ കെട്ടിയ താലി അമൂല്യ നിധിയായിട്ട് കൊണ്ടു നടക്കുന്നവളാ നീ. ആ നിനക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്ത ഈ ജന്മത്തിൽ നിനക്ക് മനസ്സമാധാനം കിട്ടുമോ? സ്നേഹത്തിന്റെ വില എന്താണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക. മതി സഞ്ജു അവളെ കരയിപ്പിച്ചത്. വാ, മുത്തശ്ശനോട് പോയി പറയാം. മുത്തശ്ശൻ ഭയന്നിരിക്കോ? ഇനി ആ താലി കൂടി അഴിച്ചു വെച്ചോ. ഇനി ആ താലി കൂടി അഴിച്ചു വെച്ചോ.